മനുഷ്യന് തെറ്റ് പറ്റും മാഷേ, പക്ഷെ അത് തിരുത്താനും മനുഷ്യർക്കേ പറ്റുള്ളൂ എന്നിങ്ങനെ നമ്മുടെ മാഷ് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മുടെ മാഷിൻ്റെ ഭാര്യ കമല നമ്മുടെ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ആയിട്ട് വരികയാണ്. അപ്പോൾ മാഷിന് കൊടുക്കുമ്പം ചോദിക്കുകയാണ്, ഇതെന്തിനാ ഇപ്പം ഞാൻ വെള്ളം ചോദിച്ചില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പം നമ്മുടെ കമലമ്മ പറയുന്നുണ്ട്, പണിയൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ എന്നിങ്ങനെ പറയുകയാണ്. അതാണോ അതോ നിൻ്റെ മോൻ എന്നെ ചൂട് പിടിപ്പിച്ചതിന് തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണോ കൊണ്ടുവന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അവനിങ്ങനെ എല്ലാവരെയും താഴ്ത്തി കെട്ടി കാണിക്കുമ്പോഴത്തേക്കിനും അവന് സങ്കടം ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും അവൻ അങ്ങനെ പറഞ്ഞത് എന്നിങ്ങനെ കമല പറയുമ്പം പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? അവൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വന്ന ശ്രീനിവാസനെ വീട്ടിൽ കയറ്റി ഇരുത്തണോ, സൽക്കരിക്കണോ? അവൻ പറഞ്ഞത് ശരിയാണ്. പഠിക്കുന്ന എല്ലാ കുട്ടികളും ഒന്നും വലിയ വലിയ ഡോക്ടർമാരോ എഞ്ചിനീയർമാരോ ഒന്നും ആയിട്ടില്ല. പക്ഷേ സമൂഹം മാന്യത കൽപ്പിക്കുന്നത് അങ്ങനെ പഠിച്ച ഉയർന്ന വ്യക്തിത്വങ്ങളിലേക്ക് എത്തുന്നവരെയാണ് കമല എന്നിങ്ങനെ നമ്മുടെ മാഷ് പറയുവാണേ. തോറ്റുപോയ ചരിത്രം സൃഷ്ടിച്ച ആളുകളെ അല്ല മനുഷ്യരെന്നും ഓർക്കുക, എന്നും വിജയപഥത്തിലെത്തിയ ആളുകളെ തന്നെയായിരിക്കും മനുഷ്യർ ഓർക്കത്തു വയ്ക്കുക. തോറ്റവർക്കും ഒരു ചരിത്രം ഉണ്ടാവും, പക്ഷേ അത് ആളുകളൊന്നും മുഖവിലേക്ക് എടുക്കാറില്ല. ഇത്രയും നല്ല കുട്ടികളെ പഠിപ്പിച്ചിട്ടും ഇത്രയും വലിയ മാഷായിരുന്നിട്ടും നാട്ടുകാർ എന്താ പറയുന്നതെന്നറിയോ? സ്വന്തം മക്കളെ നല്ല രീതിയിൽ വളർത്താൻ അറിയാത്ത കഴുത എന്നിങ്ങനെ പറയുകയാണ്. അപ്പം നമ്മുടെ കമലമ്മയ്ക്ക് അങ്ങനെ സങ്കടമാവുകയാണേ. അങ്ങനൊന്നും പറയല്ലേ മാഷേ. അന്നത്തേക്ക് നമ്മുടെ മാഷ് പറയുകയാണ്, അങ്ങനെയാണ് കമല, അത് ശരിയാണെന്ന് ഇപ്പം കയറി വന്ന പെൺകുട്ടിയും പറയാൻ തുടങ്ങി. അതിന് വേദയൊന്നും പറഞ്ഞില്ലല്ലോ. ഏയ് ഇല്ല, പക്ഷേ ഗുണദോഷിച്ചു. തെറ്റ് ചെയ്താൽ തിരുത്താൻ അവസരം കൊടുക്കാത്ത മൊശടൻ മാഷിൻ്റെ സ്ഥാനത്താണല്ലോ എന്നെ അവൾ കൊണ്ടുപോയി നിർത്തിയത്. 3 മക്കളിൽ 2 മക്കളും മൊശടന്മാരായപ്പോൾ മൂന്നാമതൊരുത്തനെങ്കിലും അത് പടർന്ന് പന്തലിച്ച് നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് തെറ്റാണോ കമലേ? അതിന് കഴിവുണ്ടായിരുന്നിട്ടും അവൻ അത് കളഞ്ഞു കുടിച്ചതിന് ഉപദേശിക്കുന്നതാണോ ഞാൻ ചെയ്ത തെറ്റ്? ഓരോ നിമിഷവും അവൻ സ്വന്തം ചെയ്ത്തുകളെയാണ് ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അവനെ നന്നാക്കി എടുക്കാനുള്ള പാഴ്ശ്രമം നിർത്താനാണ് ഞാൻ ആ കുട്ടിയോട് പറയുന്നത്. മാഷ് പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ശരിവെക്കുന്നു, പക്ഷേ എന്ന് പറഞ്ഞിട്ട് മിണ്ടാതെ നിൽക്കുവേ. നീ പറ, ഇനി നിൻ്റെ വിചാരണയും കൂടെ നടത്താതിരിക്കേണ്ട എന്നിങ്ങനെ മാഷ് പറയുകയാണേ. ഞാൻ എപ്പോഴെങ്കിലും മാഷിനെ വിചാരണ ചെയ്തിട്ടുണ്ടോ? മാഷ് പറയുന്നത് തെറ്റാണെന്ന് തോന്നിയാലും ഞാൻ എപ്പോഴെങ്കിലും അത് വിളിച്ചു പറയാറുണ്ടോ എന്നൊക്കെ ഇങ്ങനെ കമലമ്മ ചോദിക്കുവാണേ. ഒരുപാട് നല്ല പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ചെറിയ ചെറിയ തെറ്റുകളൊക്കെ പറ്റാറുണ്ടല്ലോ. അങ്ങനെ പറ്റുന്ന തെറ്റായിട്ടേ എല്ലാത്തിനും ഞാൻ കാണാറുള്ളൂ. പറ, എന്താണ് ഞാൻ ചെയ്ത തെറ്റ്? ഞാൻ പറഞ്ഞ കഥയ്ക്ക് ബാക്കിയായിട്ട് പറഞ്ഞത് ഞാൻ നല്ല രീതിയിൽ മനുഷ്യന്മാർക്ക് തെറ്റ് പൊറുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതല്ലേ? അതും എന്നെ പഠിപ്പിച്ചതല്ലേ എന്നൊക്കെ പറയുമ്പോൾ മാഷ് ചെയ്യുന്ന കാര്യങ്ങളല്ല, മാഷ് ചെയ്യുന്ന രീതികളിലാണ് തെറ്റ് എന്നിങ്ങനെ കമലമ്മ പറയുവാണേ. മാഷിൻ്റെ മനസ്സിലുള്ള ദുഃഖം അത് വെളി വരുന്ന ദേഷ്യമായിട്ടല്ല മാഷേ, അത് പരിഹാസവും ദേഷ്യവും ദുഃഖവും എല്ലാം കൂടെ ചേർന്നിട്ടാണ്. പകയോ കമല? നീ എന്തായി പറഞ്ഞു വരുന്നത്? എൻ്റെ മക്കളോട് എനിക്ക് പകയെന്നാണെന്നോ എന്നൊക്കെ ഇങ്ങനെ മാഷിങ്ങനെ ചോദിക്കുവാണേ. മാഷിൻ്റെ ഉള്ളിലില്ലായിരിക്കും, പക്ഷെങ്കിൽ മാഷിൻ്റെ ഭാഷയിലൂടെ പുറത്തു വരുമ്പോൾ അത് കേൾക്കുന്ന ഓരോ വ്യക്തിക്കും അതങ്ങനെയാണ് മനസ്സിലാകുന്നത്. അത് കേൾക്കുന്നവരുടെ ഉള്ളിൽ ആഞ്ഞു തറയ്ക്കും. വാക്കിനോളം മൂർച്ചയുള്ള ആയുധം വേറെ എന്താ ഉള്ളത് മാഷേ എന്നിങ്ങനെ കമലമ്മ പറയുകയാണേ. അതുകൊണ്ടുള്ള മുറിവുണങ്ങാൻ ഏറെ സമയമെടുക്കും, ചിലപ്പോൾ ഉണങ്ങിയില്ലെന്നും വരും എന്നൊക്കെ ഇങ്ങനെ കമലമ്മ പറയുമ്പോൾ നമ്മുടെ മാഷ് കമലമ്മേനെ നോക്കുവാണ് സങ്കടത്തോടു കൂടി. മാഷേ എന്ന് വിളിക്കുക. അന്നത്തേക്കിനും വളരെ ക്രൂരമായിട്ട് ദേഷ്യത്തോടെ സങ്കടത്തോടെ ഇങ്ങനെ നോക്കും കൂട്ടും. അയ്യോ മാഷേ, ഞാൻ സങ്കടപ്പെടുത്താൻ പറഞ്ഞതല്ലെന്ന് ഇങ്ങനെ പറയേ. അതിന് സങ്കടപ്പെട്ടില്ലല്ലോ കമല. സുധാകരൻ മാഷിൻ്റെ മനസ്സ് കല്ല് പോലെ ഉറച്ചു പോയി. ഇനി ആ മനസ്സിൽ നിന്ന് വരുന്ന വാക്കുകൾ നല്ല മൂർച്ചയുള്ളതായിരിക്കും. സ്നേഹത്തിൻ്റെ ഉറവ ഇനി ആ കല്ലിൽ നിന്ന് ഒരിക്കലും വരാൻ പോകുന്നില്ല. സ്നേഹത്തിൻ്റെ ഭാഷയിൽ അയാൾ വാക്കുകളിൽ പരിഹാസം നിറയ്ക്കും. മക്കളെ ശത്രുക്കളെ പോലെ കണക്കാക്കും. രാവിലെ മുതൽ വൈകുന്നേരം വരെ അദ്ദേഹം പണിയെടുക്കുന്നത് മക്കളുടെ മുന്നിൽ താനാണ് മിടുക്കനെന്ന് കാണിക്കാനായിരിക്കും അല്ലേ കമല എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കമലമ്മ സങ്കടത്തോടു കൂടി, അയ്യോ അല്ല, ഞാൻ അങ്ങനല്ല ഉദ്ദേശിച്ചത്. 3.5 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും നീ എന്നെ അങ്ങനെയാണ് മനസ്സിലാക്കിയെന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം എന്ന് പറഞ്ഞ് നമ്മുടെ മാഷ് കരയുകയാണേ. അത് പിന്നെ ഇപ്പം സാറെന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിച്ചെന്ന് ചോദിക്കുവേ. അന്നേരം പറയും, അത് പിന്നെ ഒരു കാര്യമുണ്ട്, അവൻ്റെ പ്രശ്നം തീർക്കുന്നതിന് വേണ്ടിയിട്ട് സാറിൻ്റെ പെങ്ങൾ CA സാറിനെ വിളിച്ചിരുന്നു. അപ്പം CA സാറാണ് സ്റ്റേഷനിൽ വന്നിട്ട് കാര്യങ്ങളൊക്കെ ഒത്തുതീർപ്പാക്കിയത്. അവൻ വണ്ടി നിർത്തി ചാടിയെന്ന് പറയാനും അതുപോലെ കേസൊക്കെ ഒത്തുതീർപ്പാക്കാനും കൂടെ നിന്നത് CA സാറാണ്.
തൊപ്പി തെറിക്കാതിരുന്നതിന് സി ഐ സാറിന് എന്തെങ്കിലും കൊടുക്കണം സാറേ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട്, അത് നിങ്ങൾ പോലീസുകാർ തമ്മിലുള്ള പരസ്പര ധാരണയല്ലെന്ന് ഇങ്ങനെ ചോദിക്കുവാണേ. പിന്നെ തൻ്റെ തൊപ്പി തെറിക്കാതിരുന്നതിന് താനല്ലേ എന്തെങ്കിലും ചെയ്യേണ്ടത്, ഞാൻ എന്തെങ്കിലും ചെയ്യാനാണ് ഇങ്ങനെ ശ്രീകാന്ത് ചോദിക്കുവാണേ. വഴിയിൽ വെച്ച് പകൽ വെച്ചിട്ട് ആ വണ്ടിയുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കത്തിച്ച് കളയാനായിട്ട് ഞാൻ തന്നോട് പറഞ്ഞോ? അതുകൊണ്ടല്ലേ അവൻ തന്നെ കൊങ്ങായി കയറി പിടിച്ചത്. സാറേ, അവൻ താഴത്ത് നിന്ന് അകത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്നും ചെയ്തെന്നേ ഉള്ളൂ. അത് നിങ്ങൾ തമ്മിലുള്ള പക, അതിന് ഞാൻ എന്ത് ചെയ്യാനാടോ എന്നിങ്ങനെ പറയണേ. സാറേ, സാറ് എന്തെങ്കിലും ചെയ്യുമെന്ന് സി ഐ സാറിനോട് പറഞ്ഞിട്ടാണ് സാറ് ഈ തിരിമറിക്ക് കൂട്ടുനിന്നത് തന്നെ. അപ്പോൾ എൻ്റെ കയ്യിലൊന്നും ഇല്ലെന്ന് സി ഐ സാറിനറിയാം. സാർ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഞാൻ സാറിൻ്റെ അച്ഛനോട് പറയുകയാണ്. താനെന്താടോ ഭീഷണിപ്പെടുത്തുകയാണോന്ന് ഇങ്ങനെ ശ്രീശാന്ത് നമ്മുടെ സാബു സാറിൻ്റെ ചോദിക്കുവാണേ. സാർ എന്തെങ്കിലും ചെയ്യുമെന്നല്ല പറഞ്ഞത്, അവനെതിരെ എന്തെങ്കിലും ചെയ്യണമെന്ന് സാറിൻ്റെ അച്ഛനും വിചാരിച്ചിരുന്നല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ കാര്യം പറയുന്നത് ഇങ്ങനെ പറയുമ്പം നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട്, നല്ല കാര്യമായി, പഴയ മട്ടിലൊന്നുമില്ല. തിരിച്ചു വരുമ്പോഴത്തേക്കിനും അവനെ കുടുംബത്തിൽ കയറ്റണം എന്നുള്ള തീരുമാനമായിട്ടായിരിക്കും വരുന്നത് എന്നൊക്കെ ഇങ്ങനെ ശ്രീകാന്ത് പറയുകയാണേ. കാശി യാത്രയൊക്കെ അല്ലേ, മരിച്ചവരുടെയൊക്കെ പുണ്യസ്ഥലങ്ങളല്ലേ സന്ദർശിച്ചിട്ട് വരുന്നത്. അപ്പോഴത്തേക്കിനും മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ, മനസ്സിലെ പകയും വിദ്വേഷവും മനുഷ്യന്മാർ തമ്മിലുള്ളതൊക്കെ അങ്ങ് മാറ്റി വെച്ചെന്നാലോ. അത് റിട്ടയർമെൻറ്റ് സമയം കൂടിയാണ് വരുന്നത്, വയസ്സായി വരികയല്ലേ, മാറ്റം എപ്പോഴും വേണമെങ്കിൽ സംഭവിക്കാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ. അപ്പോൾ പറയുന്നത്, അച്ഛൻ വരുന്നതിന് മുന്നേ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നല്ലേ. അതെ, അവൻ വേന്ദ്രനാണ്, അവൻ പിന്നെ നിങ്ങളുടെ കുടുംബത്തിലും കൂടി കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നിങ്ങനെ സാബു സാറ് പറയുകയാണേ. സാറ് വെറും ഏഴാം കൂലിയാകും എന്നിങ്ങനെ പറയുമ്പോൾ ഡോ എന്ന് വിളിക്കുകയെ. അങ്ങനെയുള്ള സാഹചര്യത്തിലാണെങ്കിൽ സി ഐ സാറിനെ കൂടെ നിർത്തേണ്ടത് മസ്റ്റാന്നിങ്ങനെ പറയുമ്പോഴത്തേക്കിനും ശ്രീകാന്ത് ഇങ്ങനെ ആലോചിക്കുവാണേ. താൻ എന്ത് വേണമെങ്കിലും ചെയ്യുക, പക്ഷേ അച്ഛൻ വരുന്നതിന് മുന്നേ കാര്യങ്ങളെല്ലാം നടക്കണം. പൈസ ഞാൻ അക്കൗണ്ടിലേക്ക് ഇട്ടേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്ത് പോവുകയാണേ. അയ്യോ, എൻ്റെ അക്കൗണ്ടിലോട്ടോ? അത് വേണ്ട, മൊത്തത്തിൽ പ്രശ്നമാണ് സാറേ, നമ്മുടെ കാര്യം നമ്മൾ തന്നെ നോക്കണ്ട, ഞാൻ വേറൊരു അക്കൗണ്ട് തരാമെന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട്, വൈകിട്ട് താൻ വീട്ടിലേക്ക് വാ, അവിടെ വെച്ചിട്ട് പൈസ തരാമെന്ന് പറയുവേ. അതെ, താനും പറയുന്ന നമ്പറിലേക്ക് ഞാൻ പൈസ അയച്ചിട്ട് ഇനി അതൊരു കുരിശായിട്ട് മാറണ്ടല്ലോ എന്നിങ്ങനെ പറയുവാണേ. പിന്നീട് വരുന്നത് നമ്മുടെ വേദയാണ്. ഒരു ഗ്ലാസ്സിൽ പാല് പോലെ ഇങ്ങനെ എന്തൊക്കെയായിട്ടൊക്കെ വരികയാണ്. അപ്പോൾ നമ്മുടെ വിക്രം ചോദിക്കുന്നുണ്ട്, എന്താണിതെന്ന് ചോദിക്കുന്നുണ്ട്. അമ്മ തന്നു അയച്ചതാണ്. എന്തൊക്കെയോ ശരീരം മുഴുവൻ മാസകെല്ലാം ചതച്ച് വെണ്ണീറാക്കി വെച്ചേക്കുമല്ലേ. അമ്മ തന്നു അയച്ചതാണ്, ഇത് കുടിക്കാൻ പറയും കേട്ടോ, നീ അവിടെ വെച്ചേക്കാൻ പറയുവേ. അതിന് മുമ്പ് നമ്മുടെ വേദ പറയുകയാണ്, ഇത് പെട്ടെന്ന് ശരീരത്തിൻ്റെ അവസ്ഥകളൊക്കെ മാറ്റി റെഡിയായതിനു ശേഷം ശ്രീനിവാസൻ്റെ അടിമപ്പണി ചെയ്യാൻ പോകാനുള്ളതല്ലേ എന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ വിക്രം പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്, നീ അല്ല എന്നൊക്കെ പറയുവാണേ. അയ്യോ അല്ല, ഇത്രയും കൊല്ലം നിങ്ങളുടെ അച്ഛൻ വിചാരിച്ചിട്ട് നിങ്ങൾ മാറിയിട്ടില്ല, പിന്നല്ലേ ഞാൻ എന്നിങ്ങനെ പറയുന്നുണ്ട് വേദ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ സമയത്ത് ഞാൻ മാഷിനോട് തർക്കിച്ചു എന്നേ ഉള്ളെന്ന് പറയുമ്പോൾ പറയുന്നുണ്ട്, അയ്യോ വേണ്ടിയിരുന്നില്ലായിരുന്നേ, ഞങ്ങൾ അച്ഛനും മക്കളും തമ്മിലുള്ളത് ഞങ്ങൾ തീർത്തോളാം എന്നിങ്ങനെ വിക്രം പറയുവാണേ. നിങ്ങൾ തമ്മിൽ സംസാരിച്ച് ഒരിക്കലും ഈ പ്രശ്നം തീരാൻ പോകുന്നില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഇടപെട്ടത്. നിങ്ങൾ വലിയ ന്യായവാദങ്ങളൊക്കെ അവിടെ ചെയ്തല്ലോ, ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്നതിനെ പറ്റിയിട്ടും അവരെ അംഗീകരിക്കാത്തതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ ആ കൂട്ടത്തിലായിരുന്നോ? അല്ലല്ലോ, പഠിച്ച് ഫസ്റ്റ് റാങ്കൊക്കെ എത്തിയ ആളെക്കുറിച്ച് തന്നെയല്ലേ അച്ഛൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചത്? തൻ്റെ മകൻ വലിയവനാകണമെന്ന് ആഗ്രഹിച്ചതാണോ ആ അച്ഛൻ ചെയ്ത തെറ്റ് എന്നൊക്കെ ഇങ്ങനെ വേദ ചോദിക്കുവാണേ. അതിനുള്ള അവകാശം വളർത്തി വലുതാക്കിയവർക്കില്ലേ എന്നിങ്ങനെ ചോദിക്കുവാണ് മിസ്റ്റർ വിക്രം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതേ കാര്യം ഞാൻ നിന്നോട് തിരിച്ചു ചോദിച്ചാലും നിനക്ക് എങ്ങനെ എനിക്ക് എൻ്റെ ആൻസർ പറയാനായിട്ട്? ഇത്രയും കാലം വളർത്തി വലുതാക്കി പഠിപ്പിച്ച നിൻ്റെ അച്ഛനും ഇല്ലായിരുന്നോ സ്വപ്നങ്ങൾ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ വേദ ഇങ്ങനെ തല താഴ്ത്തുവേ. ആ സ്വപ്നങ്ങൾ മുഴുവൻ തകർത്തിട്ടല്ലേ നീ ഇങ്ങോട്ടേക്ക് ഇറങ്ങി പോകുന്നത് എന്നിങ്ങനെ പറയുവേ. എന്താ ഉത്തരം മുട്ടിപ്പോയോ എന്നിങ്ങനെ വിക്രം ചോദിക്കുവാണേ. മറ്റുള്ളവരെ ഉപദേശിക്കാനാണ് ലോകത്തെ എല്ലാവർക്കും എളുപ്പമാണ് എന്നിങ്ങനെ പറയുവേ. അന്നേരത്തേക്കും നമ്മുടെ വേദ പറയുന്നുണ്ട്, ആര് പറഞ്ഞു എനിക്ക് ഉത്തരം മുട്ടിയെന്ന്? ശരിയാണ്, എൻ്റെ അച്ഛനും ഉണ്ടായിരുന്ന സ്വപ്നങ്ങൾ, അത് തകർത്തത് അത് പക്ഷേ ഞാനല്ല, അത് നിങ്ങളാണ് എന്നിങ്ങനെ പറയുകയാണേ. നിങ്ങൾ കാരണമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ഇത്രയും വർഷത്തെ ജീവിതത്തിനിടയിൽ നിങ്ങൾ ഒരാളുടെ ജീവിതം മാത്രമല്ല തകർത്തിട്ടുള്ളത്. ശ്രീനിവാസിന് വേണ്ടിയിട്ട് നിങ്ങൾ ആരുടെയൊക്കെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുണ്ടോ അവരുടെയൊക്കെ ജീവിതം വേസ്റ്റായിട്ടുണ്ട്, സ്വപ്നങ്ങൾ തകർന്നിട്ടുമുണ്ട് എന്നിങ്ങനെ വേദ പറയുകയാണേ. അത് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? നിങ്ങൾ അന്ന് എൻ്റെ കഴുത്തിൽ ബലമായിട്ട് പിടിച്ച് താലി കെട്ടിയില്ലേ, അന്ന് മറ്റൊരു കുട്ടിയുടെയും കൂടെ ജീവിതമാണ് നിങ്ങൾ തകർത്തത്.
ഓർമ്മയുണ്ടോ വിക്രമൻ ഗുണ്ടയ്ക്ക് എന്നിങ്ങനെ വേദ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ വിക്രം ഇങ്ങനെ ഓർക്കുവാണ്. അവളുടെ ആ കൊച്ചിൻ്റെ കഴുത്തിൽ കിടക്കുന്ന താലി വലിച്ചു പൊട്ടിക്കുന്നതും അവരെ വീട്ടുകാർ വിളിച്ചുകൊണ്ട് പോകുന്നതും ആ തലയെടുത്ത് വേദയുടെ കഴുത്തിൽ കെട്ടുന്നതും ഒക്കെ ഇങ്ങനെ പറയുവാണ്. ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാവുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക. അന്നേരത്തേക്കിനും പറയും അവളെ വേറെ കെട്ടിച്ച് വിട്ട് കാണിക്കുമെന്ന് പറയും. കെട്ടിച്ച് വിട്ട് കാണുമെന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഉറപ്പുണ്ടോ അത് എന്താ ചെയ്തതെന്ന്? അതിനെക്കുറിച്ചൊന്നും ആലോചിക്കില്ലല്ല, എൻ്റെ പണി എന്നിങ്ങനെ വിക്രം പറയുമ്പോൾ വേദ പറയുന്നുണ്ട്. അതുതന്നെയാണ് നിങ്ങളുടെ പണി അന്നത്തോടെ കഴിഞ്ഞു. ശ്രീകാര്യൻ ശ്രീനിവാസിന് വേണ്ടിയിട്ട് അടുത്ത പണി എന്താണെന്നാണല്ലോ ആലോചിക്കാനുള്ളത്. സിനിമയിലെ നായകനും വില്ലനും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, മരിച്ചു പോകുന്നവർ. അവരുടെ ജീവിതത്തെ പറ്റി ആരും ഓർക്കാറില്ല, കാരണം അവർക്ക് മുഖമില്ല. ശ്രീകാര്യൻ ശ്രീനിവാസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓരോ ദൗത്യം ഏറ്റെടുക്കുമ്പോൾ അങ്ങനെ തകർന്നു പോകുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. ഉദാഹരണത്തിന് നിങ്ങളന്ന് വഴക്കുണ്ടാക്കിയ പയ്യനില്ലേ, ഒരാഴ്ച കഴിഞ്ഞപ്പം ആക്സിഡൻ്റായി തലയ്ക്ക് മാരകമായ മുറിവേറ്റ് കുറേ നാൾ ആശുപത്രിയിൽ കിടന്നു. ഇപ്പം വീൽ ചെയറിലുണ്ട് എന്ന് പറയുവേ. അതിന് ഞാനെന്ത് വേണം? ലോകത്ത് ദിനം പ്രതി എത്രയോ ആക്സിഡൻറ്റുകൾ നടക്കുന്നു. ലോകത്ത് എത്ര ആക്സിഡൻറ്റുകൾ നടക്കുന്നു, അതിൻ്റെ എല്ലാം കണക്ക് ഞാനെടുത്ത് വെക്കണോ നിങ്ങനെ ചോദിക്കുവേ. അത് ശരിയാണ് പറഞ്ഞത്. പക്ഷേ ആക്സിഡൻറ്റ് മനഃപൂർവ്വം നടന്നതാണെങ്കിലോ? ആർക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ ആ പെൺകുട്ടീനെ വിളിച്ചുകൊണ്ട് പോയത്, അതിനുള്ള എതിരാളികൾ തന്നെയാണ് അത് ചെയ്തതെങ്കിലോ എന്നിങ്ങനെ വേദ ചോദിക്കുവാണേ. അപ്പോഴത്തേക്കിനും നമ്മുടെ വിക്രം ഇങ്ങനെ എണീക്കും കേട്ടോ. മനഃപൂർവ്വം ഇടിച്ചിട്ടതായിരുന്ന പോലെ ഉണ്ടെന്ന് കണ്ടു നിൽക്കുന്നവരൊക്കെ പറഞ്ഞു എന്ന് എല്ലാവരും പറഞ്ഞെന്നൊക്കെ വേദ ഇങ്ങനെ പറയുകയാണേ. പിള്ളസാറെന്നല്ലേ ആ കുട്ടിയുടെ അമ്മാവൻ്റെ പേര്, ഞാൻ വഴിക്ക് വെച്ച് കണ്ടിരുന്നു. അന്നേരത്തേക്കിന് അവരുടെ അമ്മയും അതുപോലെ തന്നെ അമ്മാവനും ഒക്കെ കൂടി ചേർന്നിട്ട് ആ കുട്ടീനെ വേറെ കല്യാണം കഴിപ്പിക്കാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി. ഒരുപാട് സമ്മർദ്ദം കൂടിയപ്പോൾ അവൾ വിഷം കഴിച്ചുകൊണ്ടാണ് പ്രതികരിച്ചത്. ഇപ്പോൾ അവൾ വീട്ടിൽ തന്നെ ഉണ്ട്, ആരോടും പുറത്തിറങ്ങാതെയും ആരോടും അധികം മിണ്ടാതെയും. 18 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവൾ തിരഞ്ഞെടുത്ത ജീവിതം ശരിയല്ലെന്നായിരുന്നു അന്ന് നിങ്ങളുടെയൊക്കെ ന്യായം. അത്രയും കാലം അവൾ അനുഭവിച്ച സുഖസൗകര്യങ്ങൾ കിട്ടുകയില്ലായിരിക്കും, പക്ഷേ അവൾക്ക് സ്നേഹവും ആശിച്ച ജീവിതവും കിട്ടുമായിരുന്നില്ലേ എന്നിങ്ങനെ വേദ ചോദിക്കുവാണേ. ആ പ്രവൃത്തി കൊണ്ട് അവരുടെ രണ്ടുപേരുടെയും അവരുടെ വീട്ടുകാരുടെയും സ്വപ്നങ്ങളല്ലേ തകർന്നു പോയത്. ഇത്രയും നാളത്തെ ഗുണ്ടാപ്പണി കൊണ്ട് ആർക്കൊക്കെ ജീവിതത്തിലാണ് സങ്കടങ്ങൾ ഉണ്ടായത് എന്ന് ഇടയ്ക്കൊക്കെ ഓർക്കുന്നത് നല്ലതാണ്. ഞാൻ ഉപദേശിച്ചതൊന്നും അല്ല എന്നിങ്ങനെ പറയുകയാണേ. നിങ്ങളുടെ അച്ഛൻ്റെ സങ്കടത്തിൻ്റെ വില ചിലപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും എന്നും പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ പറയുമല്ലോ, നിങ്ങൾ കാരണമാണ് ഞാൻ ഈ വീട്ടിലേക്ക് വന്നിട്ടുള്ളത് എന്ന്. അതിന് നിങ്ങൾ വില കൽപ്പിക്കാത്തതും ഞാൻ വില കൽപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. താലിയായിരിക്കും എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കാണ് നമ്മുടെ വേദ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, വിക്രമിനെ പോലീസുകാരും എല്ലാവരും കൂടെ പിടിച്ചിട്ട് അവനെ കുത്താനായിട്ട് ഇങ്ങനെ നിർത്തുന്നത് വേദ ഇങ്ങനെ സ്വപ്നം കാണുന്നത്. പറഞ്ഞതിൻ്റെ അർത്ഥം വേദയുടെ മനസ്സിലുള്ളത്, ഞാനങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വിക്രമിൻ്റെ നാശമാണ്. വിക്രം എന്ന് പറയുന്ന ഒരു വ്യക്തിന് ഭൂമുഖത്തോ ഇല്ല എന്ന് വേദയ്ക്ക് ശരിക്കും അറിയാവുന്നത് കൊണ്ടാണ്. എത്രയും ഇങ്ങനെ വേദം മനസ്സിൽ ആലോചിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മുടെ വിക്രത്തിൻ്റെ അടുത്ത് പറയുന്നില്ലേ, എന്നിട്ട് ഞാൻ പോവാന്ന് പറഞ്ഞ് പോകും കേട്ടോ. എന്നിട്ട് പോയി വാതിലിൻ്റെ അറ്റത്ത് എത്തി കഴിയുമ്പോഴത്തേക്കിനും പറയും, ചിലപ്പോൾ നിങ്ങളുടെ അച്ഛമ്മ വിളിക്കും ഞാൻ ഈ റൂമിലുണ്ടോ എന്നറിയാൻ. ഞാൻ ഉറങ്ങിപ്പോയെന്ന് ഒരു കള്ളം പറഞ്ഞേക്കാൻ പറയുവേ. വേദ എന്നിട്ട് റൂമിൽ നിന്ന് വെളിയിൽ വന്നിട്ട് ഇങ്ങനെ അരഫ്രൈസിലിരിക്കുകയാണ് മുറ്റത്ത്. എന്നിട്ടിങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. ശ്രീനിവാസിൻ്റെ കയ്യിൽ നിന്ന് വിക്രത്തിന് ഊരിയെടുക്കാതെ ഈ വീട് നേരെ ആവത്തില്ല. അതിന് പക്ഷേ എന്താണൊരു മാർഗം? എന്തൊക്കെ പറഞ്ഞാലും ശ്രീനിവാസിനെ വിട്ടിട്ട് വിക്രം ഇങ്ങോട്ടേക്ക് വരില്ല. അയാൾക്ക് വിക്രത്തിന് മേൽ അത്രയ്ക്കും സ്വാധീനമുണ്ട്. അതിനെന്തോ ഒരു മാർഗം. വീട്ടിലേക്ക് കുറേ കൂടി വിക്രത്തിനെ അടുപ്പിക്കണം. വീട്ടിലെ പ്രശ്നങ്ങളുമൊക്കെ ആയിട്ട് വീട്ടിലുള്ള കാര്യങ്ങളുമായിട്ട് കുറേ കൂടി വിക്രത്തിനെ അടുപ്പിക്കണം എന്നൊക്കെ ഇങ്ങനെ വേദം മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അച്ഛൻ അതിന് സമ്മതിക്കുമോ? ഈശ്വര, എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ എന്നിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴത്തേക്കിനും നമ്മുടെ വേദയ്ക്കൊരു ഫോൺ കോൾ വരുന്നുണ്ട്. നമ്മുടെ ദർശനാണ് വിളിക്കുന്നത്. എന്താ ഈ സമയത്തെന്ന് ചോദിക്കുകയെ. അപ്പോഴത്തേക്കിനും ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഓക്കെ, താങ്ക് യു.